ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പല പ്രശ്നങ്ങളുണ്ട്, എന്നാൽ ഇത് വളരെ ഒരു സൗന്ദര്യ പ്രശ്നമാണെന്ന് തന്നെ പറയാം. പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഡോക്ടറെ, പക്ഷെ എനിക്ക് എന്റെ ശരീരം ഒട്ടും അങ്ങ് തടിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എല്ലാ തരം മരുന്നുകളും ഉപയോഗിച്ചു, പക്ഷെ എനിക്ക് അതിനൊരു മാറ്റം വരുന്നില്ല. ഞാൻ പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, പക്ഷെ എനിക്കൊരു മാറ്റം വരുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെ ചോദിച്ച് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന പലതരം രോഗികളെ ഞാൻ കാണാറുണ്ട്. അപ്പോ ഇന്നത്തെ ടോപ്പിക് അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അവര് ഇത് ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തടി വെക്കാനുള്ള എല്ലാ ടിപ്സുകളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്റെ പേര് സെറിൻ, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ ശരീരം വലിയ എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം കാരണങ്ങള്, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങള്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ എന്തൊക്കെ പ്രതിവിധികളാണ് അല്ലെങ്കിൽ ടിപ്സുകളാണ് നമുക്ക് ഈ ശരീരം വലിച്ചിലിനെ തടയാൻ വേണ്ടി ചെയ്യേണ്ടത്, അതുപോലെ ഒറ്റമൂലികള്, അതുപോലെ ഔഷധങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു കാരണം, എരിച്ചിലിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാരണങ്ങൾ പറയുമ്പോൾ ആദ്യം പറയാൻ പറ്റുന്നത് കാരണം എന്ന് പറയുന്നത് ദഹനശക്തി കുറയുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ദഹനം തീരെയില്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ കെടുക്കുകയും അതിൽ നിന്നുള്ള ന്യൂട്രീഷൻസ് ആഗീരണം ചെയ്യാൻ ശരീരത്തിന് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥ വരും. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആവണം. അപ്പൊ ആയുർവേദ പ്രകാരം കിട്ട എന്നാണ് വേസ്റ്റിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ട ഫോർമേഷൻ അവിടെ ഉണ്ടാവാതെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി കെടുക്കുകയും അതിൽ നിന്നൊന്നും നമുക്ക് ഒരു ന്യൂട്രീഷൻ അല്ലെങ്കിൽ നറീഷ്മെന്റ് ഒന്നും നടക്കാതെ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നല്ല രീതിയിൽ അകത്താക്കുകയും ചെയ്യും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് വിശപ്പ് കുറയും. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിന് ഒരു പരിണാമം അവിടെ സംഭവിക്കുന്നില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു അടുപ്പില് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ, ആ അടുപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ശരീരം. അപ്പൊ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ആഹാരം പാചകം ചെയ്യാനായിട്ട് ഒരു കലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ നോൺ സ്റ്റിക്കിലോ ഒക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ തീയില്ലാതെ നമ്മൾ എന്ത് വെച്ചു കൊടുത്താലും അതിനൊരു പരിണാമവും സംഭവിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് വായിലിൽ കൂടെ കൊടുത്താലും അതിനൊരു പരിണാമവും സംഭവിക്കാതെ അത് അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പൊതുവെ മെഡിസിനുള്ളവർ പറയുന്ന കേൾക്കാം, ചില ആൾക്കാർക്ക് ഭക്ഷണം വിശപ്പ് കുറവായിരിക്കും. ചിലർ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ദഹനശക്തി തീരെ ഉണ്ടാവില്ല. കാരണം കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഈ വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫീക്കൽ മാറ്റർ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ നമ്മളുടെ ഒരു എലിമിനേറ്റ് ആയി പോവുകയാണ്, വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ചില കാരണങ്ങൾ, പല കാരണങ്ങളും ആവാറുണ്ട്. പിന്നെ അതുപോലെ നമുക്കറിയാം, ആയുർവേദ പ്രകാരം നമ്മുടെ അഗ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പച്ചമാമാശയം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ആമാശയത്തിന്റെയും പക്വാശയത്തിന്റെയും ഇടയിലാണ് നമ്മളുടെ ഈ പച്ചാമാശയം എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് അല്ലെങ്കിൽ അഗ്നി ഡൈജസ്റ്റീവ് ഫയർ, ഡൈജഷൻ ഉണ്ടാവുന്ന ഒരു പ്ലേസ്, അതിന്റെ സൈറ്റ് ആണ് ഞാൻ പറഞ്ഞ സാധനം. അത് ആയുർവേദ വിധി പ്രകാരമാണ് കേട്ടോ പറയണത്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? ദഹനശക്തി ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ദഹനശക്തി കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? ദഹനശക്തി കുറയും തോറും അല്ലെങ്കിൽ ദഹനത്തിന്റെ ഡൈജസ്റ്റീവ് ഫയർ കുറയുമ്പോൾ അവിടെ എന്തും പിത്തത്തിന് ക്ഷയം സംഭവിക്കും. പിത്തക്ഷയം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മറ്റു ശരീരത്തിലെല്ലാം ഒരു കഫം വർദ്ധിക്കും. ശരീരത്തിലെ കഫം വർദ്ധിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും? ശിരസിലൊക്കെ കഫം കെട്ടിക്കിടക്കാൻ തുടങ്ങും. അങ്ങനെ എന്തുണ്ടാവും? അവിടെ കഫക്കെട്ട് വരും. കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ കഫം നമ്മുടെ ഓക്കാനത്തിൽ കൂടെയും ഛർദിൽ കൂടെയും ലൂസ് ടൂളിൽ കൂടെ ഒക്കെ പോകും. അപ്പൊ ഈ ലൂസ് ടൂളിൽ കൂടെ പോകുന്നതൊക്കെയാണ് IBS. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇറിറ്റൽ ബവൽ സിൻഡ്രോം. ഇറിറ്റൽ ബവൽ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ പൊതുവെ മെലിച്ചിൽ അനുഭവപ്പെടുന്നത് കണ്ടിരിക്കാം. അതായത് അവരെത്ര കഴിക്കും, പക്ഷെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നല്ലാതെ അതിനൊരു മാറ്റം സംഭവിക്കില്ല. അത് IBS ഉള്ളവരിൽ പൊതുവെ കണ്ടുവരുന്ന, IBSന്റെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് കേട്ടോ. നമുക്ക് അമ്ലപിത്തം എന്ന് പറയും, ആയുർവേദ വിധി പ്രകാരം അമ്ലപിത്തം എന്ന് പറയും. ചിലത് IBD എന്ന് പറയും, ആയുർവേദ ശാസ്ത്രപ്രകാരം IBD എന്ന് പറയും. പിന്നെ പരിണാമശൂലം എന്ന് പറയും. ഓക്കെ, അവിടെ വേദനയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പരിണാമശൂലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഒരു ശോധനയായിരിക്കും, എപ്പോഴും ഇവർക്ക് പോയിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം തന്നെ ഒരു 4-5 പ്രാവശ്യം തന്നെ ഇവർക്ക് ഈ മലശോധന ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇവർക്ക് ഇപ്പൊ ഒരു പൊതുസ്ഥലങ്ങളിൽ പോയാലും ഇവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ആയിരിക്കും, ഒരു ടെംപ്ടേഷൻ ആയിരിക്കും എപ്പോഴും. ഈ പോകാനുള്ള ഒരു ടെംപ്ടേഷൻ എപ്പോഴും ഇവർക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും മെലിഞ്ഞിരിക്കുള്ളൂ, ഇവർക്ക് ഒരിക്കലും ഒരു തടി ശരീരത്തിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ, അപ്പൊ ഇത്രയും കാരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ആയുർവേദ രീതി പ്രകാരം നമ്മളൊരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡയറ്റ് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്നത് നമ്മുടെ ശരീരത്തിലത്തെ ഈ ഡൈജഷൻ കൂട്ടുക, അതായത് ദഹനരസം അല്ലെങ്കിൽ ദഹന ശക്തി, ഇതൊക്കെ കൂട്ടുക, ദഹനത്തിന്റെ ഫയർ, ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയും, അതൊക്കെ കൂട്ടാനുള്ള മരുന്നുകളും ഭക്ഷണ രീതികളുമാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, അഗ്നി ദീപ്തി എന്നാണ് നമ്മൾ ഡൈജസ്റ്റീവ് ഫയറിനെ പറയുന്നത്, ആ പവറിനെ. അപ്പൊ നമ്മൾ എന്ത് പറയണം? കഫ കുറയ്ക്കണ ട്രീറ്റ്മെന്റ്സ് ആണ് അത് ചെയ്യേണ്ടി വരും. കഫ കുറയ്ക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ടും ആയുർവേദ വിധി പ്രകാരം ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട്
കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കംപ്ലീറ്റ്ലി നിർത്താം. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഫുഡ് കഴിക്കണം കൂടുതലായിട്ട്, അങ്ങനെയല്ല. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു ദഹനരസം ഉണ്ടാക്കുക, അതുപോലെ വിശപ്പ് കൂട്ടുക, അതൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ടത്. വിശപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. അപ്പോൾ ദഹനം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ കൂടുതലും മെലിയില്ലേ? ഇത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കൂടുതലും മെലിയില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറയത്തേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കൊഴുപ്പടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക. പകരം കാച്ചിയ മോര്, രസം, അതേപോലെ തന്നെ സംഭാരം, ഇതൊക്കെ നല്ല രീതിയിൽ, ബട്ടർ മിൽക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതൊക്കെ നല്ല രീതിയിൽ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അത് ദഹനശക്തി, നമ്മുടെ ശരീരത്തിലുള്ള ദഹനശക്തി കൂട്ടും. അതായത് നമ്മൾ ലഞ്ച് ടൈമിലൊക്കെ, ഇത് ലഞ്ച് ടൈമിൽ മാത്രമല്ല, രാത്രി ആയാലും അല്ലെങ്കിൽ രാവിലെ ആയാലും നമ്മൾ ഇത് കൂടുതൽ കഴിക്കുക. ഒരിക്കലും ഫിഷ് കറി ഉള്ള സമയത്ത് മോര് കൂട്ടാതിരിക്കുക, കാരണം അത് രണ്ടും വിരുദ്ധ ആഹാരമായതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ തടി കുറവുള്ളവർക്ക് നമ്മൾ എപ്പോഴും അജമാംസ രസായനം, അതേപോലെ അശ്വഗന്ധ ലേഹ്യമൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ദഹനശക്തി ഇല്ലാതെ നമ്മൾ എന്ത് കൊടുത്താലും, എന്ത് ലേഹ്യവും എന്ത് രസായനം എന്ത് കൊടുത്താലും ഒരിക്കലും അത് ശരീരത്തിൽ പിടിക്കാൻ പോകുന്നില്ല. അപ്പൊ ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിലത്തെ ദഹനശക്തി കൂട്ടുക, വിശപ്പ് കൂട്ടുക. വിശപ്പുള്ളവരുണ്ടാവും ചിലപ്പോൾ, പക്ഷെ ഒട്ടും തടി വെക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവർക്ക് ദഹനം ഉണ്ടാവില്ല, അവർ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ദഹിച്ചു പോകുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ അത് ആദ്യഘട്ടത്തിൽ നമ്മൾ അത് ചെയ്യണം. പിന്നെ അതുപോലെ നോൺ വെജ് ഫുഡ്, റെഡ് മീറ്റ് ഒക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നിർത്താൻ പറയണം. പിന്നെ പ്രധാന ഒരു പ്രശ്നമാണ് വീരശല്യം. ഒരുപാട് വീരശല്യമുള്ള, പ്രത്യേകിച്ച് കുട്ടികളിലാണ് കണ്ടിരിക്കുന്നത്. വീരശല്യം കൂടുതലുള്ള കുട്ടികളിൽ ഇതുപോലെ മെലിച്ചിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ വീരശല്യം കുറയ്ക്കാനുള്ള മരുന്നുകളും കൂടി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി നമ്മള് പ്രധാനപ്പെട്ട കഷായങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, നമുക്കതിന് മുൻപ് ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ ഒറ്റമൂലി പറയുന്നത്. എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒറ്റമൂലിയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ഒരു നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ പറയുന്ന ഔഷധങ്ങളൊക്കെ ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് മാത്രം ചെയ്യുക, ഒരിക്കലും സ്വയം ചികിത്സ നടത്താതിരിക്കുക കേട്ടോ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഈ മെലിച്ചിലുള്ള രോഗികളിൽ അതിനുള്ള കഷായം, അതായത് അവരുടെ അഗ്നിദീപ്തി കൂട്ടാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അഗ്നിദീപ്തി കൂട്ടുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ദശമൂല കടുത്തറയും കഷായം, ദശമൂല ജീരക കഷായം, അതുപോലെ പിപ്പല്യാസവം, അഭയാരിഷ്ടം, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കൊടുക്കുക. അതുപോലെ കുമാരി ആസവം, പിന്നെ അതുപോലെ സൂതികാമൃതം, ജീവാമൃതം, ലാക്ഷാരിഷ്ടം. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള, ഇതൊക്കെ ഓരോരുത്തരുടെ ശൈലി അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതി അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും അല്ലെ? ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും, ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല, മറ്റു ചിലർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും, അവർക്ക് നെഞ്ചരിച്ചിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ ലൂസ് ടൂൾസ് ഉള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതനുസരിച്ചുള്ളത് നമ്മൾ മരുന്നുകൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാൻ നോക്കാം. പിന്നെ അഗ്നിദീപ്തി കൂട്ടാനായിട്ട് നമ്മൾ ആമ്രപല്ലവ കഷായമൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, വളരെ നല്ലതാണ്. അതുപോലെ ചൂർണത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ രജന്യാദി ചൂർണം, അതേപോലെ അഷ്ടചൂർണമൊക്കെ നമ്മൾ മോരില് കലക്കി കുടിക്കാനായിട്ട് പേഷ്യൻസിനോട് പറയാറുണ്ട്. മോരില് 1 ടീസ്പൂൺ ചൂർണം നമ്മൾ മിക്സ് ചെയ്ത് നിങ്ങളൊരു ലഞ്ചിന്റെ സമയത്ത്, നിങ്ങളൊരു ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മോര് കുടിക്കാനൊക്കെ നമ്മൾ പല അവസ്ഥകളിലും പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഡയറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഏറ്റവും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്ന കഞ്ഞി, അതേപോലെ വെള്ളയപ്പം, അങ്ങനത്തെ നൂലപ്പം, ദോശ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഉച്ചയ്ക്കാണെങ്കിൽ കഞ്ഞിയോ ചോറോ ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് യൂസ് ചെയ്യാം. അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം. അതേപോലെ തന്നെ ഇതില്ലേ ഫിഷ് കറിയിൽ ഏറ്റവും ഫ്രൈ ചെയ്ത് കഴിക്കാതെ നമ്മൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ആ കറി ചാറ് നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്ക്. അതുപോലെ നോൺ വെജ് ഫുള്ളായിട്ട് ഒഴിവാക്കാം. നോൺ വെജിറ്റേറിയനിൽ ഫിഷ് കറി മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. സീ ഫുഡ് ഒഴിവാക്കിയിട്ട് കായൽ മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ വരുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡയറ്റ് ആണ്. നമുക്ക് കറുത്ത നേന്ത്രപ്പഴം കിട്ടുമല്ലോ, അപ്പൊ അത് വളരെ കറുത്ത തൊലിയുള്ള നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുഴുങ്ങിയോ ചുട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ്. അത് നമ്മുടെ ശരീര പുഷ്ടിക്ക് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അതൊരു 2 3 ഒക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഡിന്നർ, ആ സമയത്തൊക്കെ നമുക്ക് കഴിക്കാം. അതേപോലെ പോമോഗ്രാനൈറ്റ് രക്തം കൂടുതലായിട്ട് വരാനും അനീമിക് ആയവർക്കൊക്കെ നമ്മൾ എപ്പോഴും എഴുതുന്ന മാത്രമല്ല നമ്മൾ കഴിക്കാൻ അവരുടെ അടുത്ത് നിർദ്ദേശിക്കുന്ന ഒരു ഡയറ്റാണ് പോമോഗ്രാനൈറ്റ്, മാതള നാരങ്ങ. അതൊരുപാട് കഴിക്കാം. പിന്നെ അതേപോലെ ആപ്പിള്, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ കാച്ചിയ മോര്, രസം, ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ് നെയ്യ്. അത് 1 ടീസ്പൂൺ 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചുവന്നുള്ളിയുടെ കൂടെ മിക്സ് ഒക്കെ ചെയ്ത് നമുക്ക് കഞ്ഞിയുടെ കൂടെ കുടിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മോരിന്റെ കൂടെ കേട്ടോ, നെയ്യ് മോരിന്റെ കൂടെ കഴിക്കാവുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ശരീരപുഷ്ടിക്ക് നല്ലതാണ്. പക്ഷെ ഒരിക്കലും
ഫിഷ് കറി ഉള്ള സമയത്ത് കഴിക്കരുത് കേട്ടോ. അത് എപ്പോഴും പലരും ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണയാണ്, രണ്ടും കൂടി കഴിക്കുന്നത് തെറ്റാണ് കേട്ടോ. അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തേച്ച് കുളിക്കാൻ വേണ്ടി, തേച്ച് കുളിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ സ്നിഗ്ധത കൂടുകയും തടി കൂടുതലാവാനൊക്കെ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ തേച്ച് കുളിയൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ദിനചര്യയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൊണ്ടുവരണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും തേച്ചുകൂടി അത്രയും നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പലതരം തൈലങ്ങൾ യൂസ് ചെയ്യാം. അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് ഓരോ രോഗി അനുസരിച്ച് ഇത് മാറും. പിണ്ടതൈലം യൂസ് ചെയ്യാം, ദന്തനം തൈലം യൂസ് ചെയ്യാം, അതുപോലെ ബലശനാദി തൈലം ഉപയോഗിക്കാം. അപ്പൊ ഇത് ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് മാറുന്നതാണ്. പിന്നെ നമുക്ക് ഉറക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരാൾ തടി വയ്ക്കാൻ. ഒരു 8-10 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉറങ്ങാം. രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക, പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങുന്നത് നമുക്ക് കോൺട്രാ ഇൻഡിക്കേറ്ററി ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രാവിലെ ഉറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ പകല് ഉറങ്ങാതിരിക്കുക, രാത്രി നല്ല രീതിയിൽ ഉറങ്ങാം. അതേപോലെ മാംസാഹാരങ്ങൾ, അതായത് നമുക്കൊരു അഗ്നിദീപ്തി ആയതിനു ശേഷം നമ്മുടെ ശരീരത്തിൽ വിശപ്പ് വന്നു, ഡൈജസ്റ്റീവ് ഫയർ കൂടി എന്നൊക്കെ നമുക്ക് ഒരു വൈദ്യന് തോന്നുന്ന നിമിഷത്തിൽ നമുക്ക് മാംസാഹാരങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആട്ടിറച്ചിയാണ്. ആട്ടിറച്ചി നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മാംസം കൂടുന്നതാണ്. അപ്പൊ ആട്ടിറച്ചി, അജമാംസം സേവിക്കാവുന്നതാണ്. അജമാംസം അല്ലെങ്കിൽ ആട്ടുമാംസത്തിന്റെ സൂപ്പ് കുടിക്കാവുന്നതാണ്. അതേപോലെ പിന്നെ അജമാംസ രസായനം ഒക്കെ അവൈലബിൾ ആണ്. അശ്വഗന്ധാദി ലേഹ്യം, മനസ്സിലായോ? അതുപോലെ അജമാംസ രസായനം, അശ്വഗന്ധാദി ലേഹ്യം, വെറും അശ്വഗന്ധാദി ലേഹ്യം. അപ്പൊ അങ്ങനെ ബ്രഹ്മരസായനം, ചവനപ്രാശം, ഓക്കെ. അശ്വഗന്ധ രസായനം നമ്മൾ പറഞ്ഞു, നരസിംഹ രസായനം, ഓക്കെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് തടിക്കാനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ കൊടുക്കാതെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ അഗ്നിദീപ്തി കൂട്ടാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ ഘൃതപ്രയോഗങ്ങൾ ഉപയോഗിക്കാം. രാസനാദി ഘൃതം, അതുപോലെ ഷഡ്ഫലഘൃതം, വിതാര്യാദിഘൃതം. ഷഡ്ഫലഘൃതമൊക്കെ വളരെ, വിതാര്യാദിഘൃതം ഒക്കെ ഓരോ ഇതനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഷായ പ്രയോഗങ്ങൾ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അരിഷ്ടം കൊടുക്കാം, ദശമൂല അരിഷ്ടം കൊടുക്കാം, ദശമൂല ജീരകാരിഷ്ടം കൊടുക്കാം, താലിസ പത്രാദി ചൂർണം, നമ്മൾ രജന്യാദി ചൂർണം, അഷ്ടചൂർണം ഒക്കെ പറഞ്ഞില്ലേ നമ്മുടെ അഗ്നിദീപ്തി കൂട്ടാൻ. അതിനുശേഷം നമുക്ക് താലിസപത്രാദി, അഗ്നിദീപ്തി ഒക്കെ കഴിഞ്ഞ് നമുക്ക് താലിസപത്രാദി ചൂർണം കൊടുക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അഷ്ടചൂർണം, രജന്യാദി ചൂർണം ഒക്കെ അഗ്നിഫലം വർദ്ധിപ്പിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് കൊടുക്കാം. വൈശന്യാദി ചൂർണം കൊടുക്കാം. അതുപോലെ വായു ഗുളിക, ധന്വന്തരം ഗുളിക, ഇംഗുവജാതി ഗുളിക, ഇംഗുവജാതി ചൂർണം. ഇതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. അതൊരു വൈദ്യന് മാത്രമാണ് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ കറക്റ്റ് ഒരു ഡോക്ടറെ കണ്ട് തന്നെ കറക്റ്റ് ഒരു മെഡിസിൻ എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മാനസികമാരോഗ്യം. സ്ട്രെസ് കുറയ്ക്കുക, ടെൻഷൻ കുറയ്ക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെന്താണ്, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, അതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയാ, സ്ക്രീൻ ടൈം കുറച്ച് നമ്മൾ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പ്രയർ, ഈശ്വരാരാധന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ചെയ്യുക. നിത്യേന കുളിക്കുക, പലരും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ നിത്യേന കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ, തലയും മേലും ഒക്കെ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉന്മേഷം തരും. നമ്മളുടെ ആരോഗ്യം, നമുക്ക് സന്തോഷം കൂടും തോറും നമ്മുടെ ആരോഗ്യം കൂടും. ഓട്ടോമാറ്റിക്കലി നമ്മൾ തടിക്കാനും കാരണമാവും കേട്ടോ. അപ്പോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻസിന് എന്റെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.